ഒരു ദിവസം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എന്നെ തേടി 2 പേര് എത്തുകയാണ്. ഒരാൾ നല്ല ഉയരത്തിൽ വെളുത്ത് താടിയൊക്കെ വെച്ചൊരാൾ, ഒരാൾ അധികം ഉയരമില്ലാത്ത മുണ്ടൊക്കെ എടുത്തൊരു ഒരു മനുഷ്യൻ. ഇവർ 2 പേര് വന്നു. ആ താടി വെച്ച് ഉയരമുള്ള ആൾ എന്നോട് സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് നമ്പി നാരായണൻ എന്നാണ്. ഞാൻ ISROയിലെ സയൻറ്റിസ്റ്റാണ്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറാണ് എൻ്റെ കൂടെയുള്ളത്. അദ്ദേഹം മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ജോഷി സാറിനെ വെച്ചിട്ട് പെരിയില്ല നാം എന്നൊരു സിനിമ. രണ്ടാമതായിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതിനാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അറിയാവുന്നത്? ഞാൻ 6-7 സിനിമകളിൽ സഹസംവിധാനമായി ജോലി ചെയ്ത ഒരാളാണ്. എന്നെക്കുറിച്ച് ആരും എവിടെയും എഴുതിയിട്ടില്ല, എന്നെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടില്ല. എങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, സിനിമയിൽ നിന്നുള്ള പലരും പറഞ്ഞു, നവോദയയിൽ നിന്നും ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് സിനിമ ചെയ്യിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവരെത്തുന്നത്. അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം സാധാരണ ഒരു സംവിധായകൻ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അലച്ചിലുകളുണ്ട്. ഒരു കഥ എഴുതി നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്കങ്ങനെ ഒരു അലച്ചിലിൻ്റെ കഥ പറയാനില്ല. എൻ്റെ സുഹൃത്തായ കമൽ ഉൾപ്പെടെയുള്ളവരൊക്കെയും കോടമ്പക്കത്ത് പോയി സിനിമയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ്. എനിക്കങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അതും ഒരു ദൈവ നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ആ സിനിമയുടെ നിർമ്മാതാവ് എൻ്റെ അടുത്ത് മുമ്പിലേക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ് വെച്ചത്. താരങ്ങളെ, അഭിനേതാക്കളെ ഒന്നും എനിക്കൊരു വിഷയമല്ല. എനിക്ക് നിങ്ങൾ ചെയ്യുന്നൊരു നല്ല സിനിമ മാത്രമാണ് എൻ്റെ ആവശ്യം. അതൊരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഒരു കഥ അന്വേഷിച്ചത്. അപ്പോഴാണ് ജഗദീഷിൻ്റെ ഒരു കഥയുണ്ടെന്നറിയുന്നത്. ആ കഥ ശ്രീനിയുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെയാണ് മുത്താരംകുന്ന് സംഭവിക്കുന്നത്. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ.